ഹലോ, വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നമ്മൾ നടുവത്ത് ഇന്നലെ ഭാഗം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണണേ. നമ്മളെ ഉണ്ണിയപ്പം കഴിച്ച കട ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് ഇന്നുള്ളത്. അവിടെ ഒരു സ്പെഷ്യലായിട്ടാണ് ഇവരുടെ അവിൽ മിൽക്ക് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അവിൽ മിൽക്കും കൂടി ഓർഡർ ആക്കിയത്. അവിൽ മിൽക്ക് ഇതാണ്. അത്യാവശ്യം കാണാൻ അടിപൊളിയാണ്. കണ്ടിട്ടൊരു അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമും പിന്നെ മറ്റ് ഈ ഇത് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ റേറ്റ് ഒരു അല്പം കൂടുതലാണോ, 60 റുപ്പീസ് വരുന്നുണ്ട്. 60 റുപ്പീസിനൊക്കെ വർത്താണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിച്ചു നോക്കാം നമുക്ക്. എന്തായാലും ഇതിൽ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാണാൻ അടിപൊളിയാണ്. അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ലഞ്ച് സമയത്താണ് ഇത് കഴിച്ചത്. അപ്പോൾ ലഞ്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം മാത്രമല്ല കേട്ടോ, ഇതിൽ നല്ല ടെൻഡർ കോക്കനട്ട് ഉണ്ട്. ടെൻഡർ കോക്കനട്ട് ചിരവിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഓരോ സ്പൂണിലും ടെൻഡർ കോക്കനട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ടെൻഡർ കോക്കനട്ട്, ഒറിജിനൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു രുചി നമുക്കിങ്ങനെ ഓരോ പ്രാവശ്യവും വായിലേക്ക് ഇങ്ങനെ ഐസ്ക്രീമും അവിലും പാലും ഒക്കെ കൂടി ആയിട്ടുള്ളത് സംഭവം ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ ഓരോ ടെൻഡർ കോക്കനട്ട് കൂടി ഉണ്ടാകുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് എടുത്ത് പറയണം. കാരണം ഇതിന് മുകൾ ഭാഗത്ത് മാത്രമല്ല, ഇതിൽ നമ്മൾ ഓരോ സ്പൂണ് കഴിച്ച് താഴോട്ട് ചെല്ലുമ്പോഴും പിന്നെ എന്തുണ്ട്, ടെൻഡർ കോക്കനട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും എനിക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന 1-2 പേര് ഇത് റേറ്റ് അല്പം കൂടുതലാണോ എന്നുള്ളൊരു ചർച്ച നമ്മുടെ ഇടയിൽ വന്നെങ്കിലും എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു ഏട്ടൻ്റെ ചെറിയൊരു സംരംഭമാണ്, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ വണ്ടൂർ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് ഇത് കഴിക്കാറുണ്ട്. ഇത് നടുവത്താണ്, നമ്മൾ വണ്ടൂർ നിലമ്പൂർ റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ്. ഉണ്ണിയപ്പം ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെ ആയിട്ടും പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോഴാണ് അവിൽ മിൽക്കും ഇവിടെ സ്പെഷ്യലാണെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ അവിൽ മിൽക്കിലേക്ക് പോയത്. അവിൽ മിൽക്ക് എന്തായാലും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നി. ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് അവിൽ മിൽക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫേവറേറ്റ് ആയിട്ട് തോന്നി. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ഭയങ്കര ആർഭാടമായ ഇൻറ്റീരിയർ, എടുത്ത് പറയത്തക്ക രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് അദ്ദേഹം വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അപ്പോൾ ആരെങ്കിലും കൂടെ കൂടാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടോ. താങ്ക്